ആകാശത്തിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ലോകശക്തികളുടെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കാലമേറെയായതാണ്. ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾക്കകലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാന്ദ്രദൗത്യത്തിനൊരുങ്ങുകയാണ് ചൈന. ഒരു വർഷത്തെ ദുരൂഹ ദൗത്യത്തിന് തയ്യാറെടുക്കുകയാണ് ചൈനീസ് ബഹിരാകാശ യാത്രികർ. ചൈനയിലെ ഗോബി മരുഭൂമിയിലുള്ള ജിയുക്വാൻ സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിലാണ് ഈ ദൗത്യത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ചൈനയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് 3 ബഹിരാകാശ യാത്രികരുമായി കുതിച്ചുയരുന്ന ഷെൻഷോ 23 ദൗത്യം ചൈനയുടെ ഏറ്റവും ദുരൂഹമായ ചാന്ദ്ര ദൗത്യമാണ്. ബഹിരാകാശത്ത് ഒരു വർഷം മുഴുവൻ തുടർച്ചയായി മനുഷ്യനെ താമസിപ്പിക്കുക എന്ന ചൈനയുടെ ഏറ്റവും ദൈർഘ്യമേറിയതും വിപ്ലവകരവുമായ പരീക്ഷണമാണ് ഈ ദൗത്യത്തിലൂടെ നടക്കാൻ പോകുന്നത്. ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ബഹിരാകാശത്ത് ഒരു വർഷക്കാലം മനുഷ്യശരീരത്തിനുണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതുവഴി 2030 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ചൈനയുടെ മോഹങ്ങൾക്ക് അടിത്തറയിടുകയാണ് ഈ ദൗത്യം. മാത്രമല്ല, ഇതിലെ ക്രൂ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഈ ദൗത്യത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കുന്ന മറ്റൊരു ഘടകം. മുൻ ഹോങ്കോങ് പോലീസ് ഇൻസ്പെക്ടറും മികച്ച പേലോഡ് സ്പെഷ്യലിസ്റ്റുമായ ലീ ജിയായിങ്, പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പ്രഗത്ഭനായ കമാൻഡർ ഷു യാങ് ഷു, വിദഗ്ധനായ പൈലറ്റ് ഷാങ് യുവാൻഷി എന്നിവരാണ് കഠിനമായ ദൗത്യത്തിൽ പങ്കുചേരുന്നത്. കഴിഞ്ഞ നവംബറിൽ ബഹിരാകാശ അവശിഷ്ടങ്ങൾ തട്ടി തകരാറിലായ ഷെൻഷോ 20 പേടകത്തിന് പകരമായി അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ചൈന ഈ പുതിയ ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചന്ദ്രനിലെ വിഭവങ്ങളും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളും കോളനിവൽക്കരിക്കുവാനും അവിടെ ഖനനം നടത്തുവാനുമാണ് ചൈന പദ്ധതിയിടുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ ചൈന ശക്തമായി നിരാകരിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രനിലേക്കുള്ള ചൈനയുടെ ഈ ദൗത്യം അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ വളരെ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ആർട്ടിമിസ് 2 ദൗത്യത്തിലൂടെ അമേരിക്ക തങ്ങളുടെ 4 ബഹിരാകാശ യാത്രികരെ ചന്ദ്രന് ചുറ്റും വിജയകരമായി എത്തിച്ച് അരനൂറ്റാണ്ടിനു ശേഷം തങ്ങളുടെ ശക്തി തെളിയിച്ചിരുന്നു. 2028 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനാണ് നാസ പദ്ധതിയിടുന്നത്. ഇതിന് പിന്നാലെയാണ് ചൈന 2030 എന്ന ലക്ഷ്യവുമായി തങ്ങളുടെ ചാന്ദ്ര ദൗത്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നത്. ഇതിനായി ചൈന തികച്ചും അത്യാധുനികമായ ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളുമാണ് വികസിപ്പിച്ചെടുത്തത്. ഹെവി ലിഫ്റ്റ് ലോങ് മാർച്ച് 10 റോക്കറ്റുകൾ, മെങ്ഷോ ബഹിരാകാശ പേടകം, ലാൻയു ലൂണാർ ലാൻഡർ എന്നിവയുടെ സുരക്ഷാ പരിശോധനകൾ ചൈന അതീവ രഹസ്യമായി നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ടിയാൻഗോങ്ങിന്റെ സുരക്ഷിത വലയത്തിൽ നിന്ന് ചന്ദ്രന്റെ അപകടകരമായ ഉപരിതലത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ എത്തിക്കാനുള്ള ചൈനയുടെ ഒരുക്കങ്ങൾ പൂർണ്ണ സജ്ജമെന്നാണ് സൂചന. ദീർഘകാലം ബഹിരാകാശത്ത് കഴിയുമ്പോൾ മനുഷ്യശരീരത്തിലുണ്ടാകുന്ന റേഡിയേഷൻ എക്സ്പോഷർ, അസ്ഥി സാന്ദ്രത കുറയൽ, കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവയെ ചെറുക്കാനുള്ള പ്രത്യേക മെഡിക്കൽ ലൈനപ്പുകൾ ചൈനീസ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിലൂടെ പഠന വിധേയമാക്കും. ഈ ദൗത്യത്തിൽ ശാസ്ത്രലോകം ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് ടിയാൻഗോങ് നിലയത്തിൽ നടക്കുന്ന മനുഷ്യ പുനരുത്പാദന പരീക്ഷണങ്ങളാണ്. ബഹിരാകാശത്ത് മനുഷ്യന്റെ ദീർഘകാല താമസം സുഗമമാക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ മനുഷ്യ കൃത്രിമ ഭ്രൂണ പരീക്ഷണം ചൈന ആരംഭിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനായി മനുഷ്യ സ്റ്റെം സെല്ലുകളുടെ സാമ്പിളുകൾ ഇതിനകം തന്നെ നിലയത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വരും തലമുറകൾക്ക് ഭൂമിക്ക് പുറത്ത് ജീവൻ നിലനിർത്തുവാനും വംശവർദ്ധനവ് നടത്തുവാനും സാധിക്കുമോ എന്ന നിർണായകമായ പരീക്ഷണമാണ് ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. ചന്ദ്രന്റെ മണ്ണിൽ സ്ഥിരമായ അധികാരം സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ചൈന ലക്ഷ്യം വയ്ക്കുന്നത്. 2030 ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാൻ ലക്ഷ്യമിടുന്ന ചൈന 2035 ആകുമ്പോഴേക്കും റഷ്യയുമായി ചേർന്ന് ചന്ദ്രനിൽ ഒരു സ്ഥിരം ചാന്ദ്രതാവളം നിർമ്മിക്കുവാനുള്ള വലിയ പദ്ധതികളും ഒരുക്കുന്നുണ്ട്. 2024 ജൂണിൽ ചന്ദ്രന്റെ ഇരുണ്ട വശത്തുനിന്ന് മണ്ണും പാറയും വിജയകരമായി ഭൂമിയിലെത്തിച്ച ആദ്യത്തെ രാജ്യമായിരുന്നു ചൈന. ഭൂമിയിലെ അതിരുകൾ ഭേദിച്ച് ബഹിരാകാശത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള വൻ ശക്തികളുടെ കടുത്ത മത്സരത്തിനിടെയാണ് ചൈന ഷെൻഷോ 23 വിക്ഷേപിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം.